തിരൂർ മലയാളം സർവകലാശാലയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടുള്ള പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു. കരട് രേഖയിൽ തുടർ നടപടി വേണ്ടെന്ന് തീരുമാനം. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് വിവാദ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചത്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും ഈ ഒരു പെരുമാറ്റച്ചട്ടത്തിൽ SFI അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം, വിമർശനമൊക്കെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ ഉത്തരവ്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മലയാളം സർവകലാശാലയ്ക്ക് കീഴിലുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ പെരുമാറ്റച്ചട്ടം പുറത്തിറക്കിയത്. ഇതിൻ പ്രകാരം ക്യാമ്പസിനുള്ളിൽ അനുമതിയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വിദ്യാർത്ഥികൾ സംഘടിക്കുന്നതും അച്ചടക്കലംഘനമായി കണക്കാക്കുമായിരുന്നു. ക്ലാസ് മുറികളിലോ ഓഫീസുകളിലോ ക്യാമ്പസിന്റെ മറ്റു ഭാഗങ്ങളിലോ മുദ്രാവാക്യം വിളിക്കരുത്, മുൻകൂർ അനുമതിയില്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ, വിദ്യാർത്ഥി സംഘടനകളുടെ പരിപാടികൾ, സമര ആഹ്വാനം എന്നിവ നടത്താൻ പാടില്ല. കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സസ്പെൻഷൻ, അതിനോടൊപ്പം തന്നെ നിർബന്ധിത ട്രാൻസ്ഫർ, ക്യാമ്പസുകളിൽ നിന്ന് പുറത്താക്കൽ, ഇത്തരം നടപടികൾക്ക് കടക്കും. കർശന നടപടികൾ സർവകലാശാലയുടെ ഭാഗത്തും ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ SFI രംഗത്തെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം സർവകലാശാലയിലേക്ക് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, ഈ പെരുമാറ്റച്ചട്ടവുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കരട് രേഖയിൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന കരട് രേഖയിൽ തുടർ നടപടികൾ വേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗവർണറുടെ അധ്യക്ഷതയിൽ ചേർന്ന വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് ഇത്തരമൊരു സർക്കുലർ പുറത്തിറക്കാൻ എല്ലാ സർവകലാശാലകൾക്കും നിർദ്ദേശം നൽകിയത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മലയാളം സർവകലാശാല ഇത്തരമൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും മറ്റ് സർവകലാശാലകൾ കൂടി ഇനിയിപ്പോൾ ഇത്തരത്തിൽ സർക്കുലർ ഇറക്കുമോ എന്നാണ് അറിയേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിലാണ് മലയാളം സർവകലാശാല പിന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ മറ്റ് സർവകലാശാലകളും ശരി ഹാൻസ്, എന്തായാലും പ്രതിഷേധത്തിനെ തുടർന്നാണ് ഈ ഒരു ഉത്തരവ്, വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്.